ചെയ്യേണ്ടത് ചെയ്യാതെ കിട്ടാകുന്നിടത്തോളം എല്ലാം പറ്റിച്ചെടുത്ത് പേരിൻ്റെ പെരുമയുടെ തൻ പോരുമയുടെ ഔന്നിത്യത്തിൽ അതേ ആ ഉയരത്തിൽ കയറി ഇരിക്കുന്നവനെ നിനക്ക് വേണ്ടി വിളിച്ചിറക്കി ചെയ്യേണ്ടത് ചെയ്യിക്കുകയും കവർന്നെടുത്തത് തെല്ലുപോലും ഒരു ചില്ലി കുറയാതെ തിരികെ തരുമാറാക്കുകയും ചെയ്യുന്ന ദൈവപ്രവൃത്തിയുടെ ആഴ്ച. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിന് നേരെ വന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിനും വിടുതലിനും, അതെ ആവർത്തിച്ചു പറയട്ടെ, ദൈവികമായ വിടുതലിനും കാരണമായി വിടുതൽ, അതേ വിടുവിക്കപ്പെട്ട അനുഭവം മനുഷ്യൻ പിശാച് പിടിച്ചു വച്ചതിനെ നിങ്ങൾ ഒത്തിരി ശ്രമിച്ചു വിടുവിച്ചെടുക്കുവാൻ, ഒന്ന് രക്ഷപ്പെട്ട് പോരുവാൻ. പക്ഷേ പരാജയപ്പെട്ടു പോയി. നിങ്ങളുടെ കഠിനമായ ശ്രമങ്ങൾ പരാജയപ്പെട്ടു പോയി. നിങ്ങളെ സഹായിച്ചവർ, മനസ്സറിഞ്ഞ് സഹായിച്ചവർ പരാജയപ്പെട്ടു പോയി. നിന്റെ വിധിയാണ്. അതെ, നിനക്ക് മുമ്പേ അവർ പറഞ്ഞു നിന്റെ വിധിയാണ്. നിനക്കൊരിക്കലും ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും ആരൊക്കെ സഹായിച്ചാലും രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. നീയും തുടർന്ന് സമ്മതിച്ചു, അതെ എൻ്റെ വിധി ഇത് തന്നെയാണ്. ഇങ്ങനെ പിടിക്കപ്പെട്ടവനായി ഒന്നും ആകുവാൻ കഴിയാതെ, ഒരിടത്തും എത്തുവാൻ കഴിയാതെ ഒതുങ്ങിപ്പോകുവാൻ, അല്ലേ, അവിടെ നിന്ന് വിടുവിച്ച ആ ദൈവത്തെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ നിങ്ങളിലൂടെ കേൾക്കുവാനും ആ സാക്ഷ്യത്തെ മുൻനിർത്തി ദൈവത്തെ സ്തുതിക്കുവാൻ, നിങ്ങളുടെ സന്തോഷത്തിനൊപ്പം ചേർന്ന് സന്തോഷിക്കുവാനും കർത്താവ് അവസരം നൽകി. ഈ ആഴ്ചയിലും നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം അവിധത്തിൽ ദൈവികമായ വിടുതലുകളുടേതായി മാറുവാൻ, അതെ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യനും പിശാചും സാഹചര്യങ്ങളും പിടിച്ചു വച്ചെടുത്ത് നിന്ന് നിങ്ങളുടെ ജീവിതം മാറുന്ന, അനുഭവങ്ങൾ മാറുന്ന വിടുതലിൻ്റെ ആഴ്ചയായി ഈ ആഴ്ച മാറുവാൻ കഴിഞ്ഞ ദിവസവും പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞ ആ വിടുതലിൻ്റെ ആലോചന ദൂത് നിങ്ങളുമായി കൈമാറി നമ്മൾ ഒരുമിച്ച് ആരംഭിച്ചു. ഒരിക്കൽ കൂടി ആവർത്തിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആ ദൂത് നിങ്ങൾക്ക് കൈമാറട്ടെ. ചെയ്യേണ്ടത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, പറ്റാവുന്നിടത്തോളം പറ്റിച്ചെടുത്തു, കവർന്നെടുത്തു. എന്നിട്ട് അധികാരത്തിൻ്റെ അല്ലെങ്കിൽ തൻ പോരുമയുടെ, പേരിൻ്റെ പെരുമയുടെ, പ്രശസ്തിയുടെ ഞങ്ങൾക്ക് ആൾബലമുണ്ട്, ഞങ്ങൾക്ക് എതിരെ നിനക്ക് എന്ത് ചെയ്യുവാൻ കഴിയും എന്ന് ചോദിച്ചുകൊണ്ട് ആ ഉയരത്തിലൊക്കെ ഇരിക്കുന്നവർ അല്ലേ, എന്തൊരു സങ്കടമാണ്. അവർക്കൊക്കെ അധികാരമുണ്ട്, അവർക്കൊക്കെ ആൾബലമുണ്ട്, പണബലമുണ്ട്. എന്ത് ചെയ്താലും ചോദിക്കാൻ പറ്റത്തില്ല. നമ്മളൊക്കെ ആരാ അല്ലേ, ഒന്നും ചെയ്യുവാൻ കഴിയാത്ത നിനക്ക് വേണ്ടി യേശു ആ ഉയരത്തിൽ നിന്ന് അവനെ വലിച്ച് താഴെ ഇറക്കി ചെയ്യേണ്ടത് ചെയ്യിക്കുകയും കവർന്നെടുത്തത് ചില്ലി പോലും കുറഞ്ഞു പോകാതെ തിരികെ തരുമാറാക്കുകയും ചെയ്യുന്ന ദൈവപ്രവൃത്തിയുടെ ആഴ്ച. നീ ആ ദൈവപ്രവൃത്തി, അതെ വിശ്വസിക്കുന്ന സഹോദര സഹോദരി, മാതാവേ പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്, നിങ്ങൾ ആ ദൈവപ്രവൃത്തി അനുഭവിക്കുവാൻ പോകുന്നു. വലിയ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ ആ ദൈവപ്രവൃത്തിക്ക്, അഥവാ നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ കേട്ട പ്രവചന ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു ഒരു മനുഷ്യനെ വിളിക്കുകയാണ്. അല്ല, ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, യേശു ഒരു മനുഷ്യനെ വിളിച്ച് ഇറക്കുകയാണ്. ഈ മെസ്സേജിന്റെ തുടക്കത്തിൽ പറഞ്ഞ ആലോചനയുമായി ഈ വാക്യങ്ങളെ കണക്ട് ചെയ്ത് നമ്മൾ ചിന്തിക്കുവാൻ തുടങ്ങുമ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലർക്കെങ്കിലും സ്വാഭാവികമായി ഉണ്ടായേക്കാവുന്ന ഒരു സംശയം ഞാൻ മുന്നമേ കാണുന്നുണ്ട്. സക്കായിയുടെ മനസ്സാന്തരത്തെയും പല നിലകളിൽ ധ്യാനിച്ചിട്ടുള്ളവരും ചിന്തിച്ചിട്ടുള്ളവരുമാണ് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ബഹുഭൂരിപക്ഷവും. എന്നാൽ ഇന്ന് ആ ആൾക്കൂട്ടത്തിൽ, അതെ വലിയൊരു ആൾക്കൂട്ടം അവിടെയുണ്ട്, സക്കായിയുണ്ട്, യേശുവുണ്ട്, തീർന്നില്ല.
യേശുവിനൊപ്പം ഒത്തിരി ദൂരം നടക്കുവാൻ മടിയില്ലാത്ത വലിയൊരു ആൾക്കൂട്ടം അവിടെ ഉണ്ട്. ആൾക്കൂട്ടത്തിൽ ഒരുവളായി സഹോദര സഹോദരി നിങ്ങളുമുണ്ട്. ആൾക്കൂട്ടത്തെ പ്രതി, നിങ്ങളെ പ്രതി ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ പോകുന്നു. ആ ആൾക്കൂട്ടത്തിന് വേണ്ടി പ്രവർത്തിച്ച ദൈവപ്രവൃത്തി ഇന്ന് ഒരിക്കൽ കൂടി സന്തോഷത്തോടെ ആവർത്തിച്ചു പറയട്ടെ. ആ ആൾക്കൂട്ടത്തിൽ മടിയില്ലാതെ യേശുവിനോടൊപ്പം യാത്ര ചെയ്ത, പിന്നെയും യാത്ര ചെയ്യുവാൻ ഒട്ടും അമാന്തിക്കാത്ത ആ ആൾക്കൂട്ടത്തിന് വേണ്ടി പ്രവർത്തിച്ച യേശു ഇന്ന് മടിയില്ലാതെ യേശുവിൻ്റെ പിന്നാലെ നടക്കുന്ന ഈ പ്രതിസന്ധികളുടെ മധ്യത്തിലും ഈ കവരപ്പെട്ട നഷ്ടപ്പെട്ടവനായി സഹായിക്കേണ്ടവരും നിനക്കൊപ്പം നിൽക്കേണ്ടവരും നിൽക്കാതിരുന്നിട്ടും, പലതിൻ്റെ പേര് പറഞ്ഞവർ മാറി കൊമ്പത്ത് കയറി ഇരുന്നിട്ടും നീ യേശുവിനെ വിട്ടുമാറാതെ ഇന്നും യേശുവിനൊപ്പമായിരിക്കുന്നത് കൊണ്ട് നിനക്ക് വേണ്ടി യേശു പ്രവർത്തിക്കുവാൻ പോകും. ആൾക്കൂട്ടത്തിന് വേണ്ടി പ്രവർത്തിച്ച യേശു ഇന്ന് സഹോദര സഹോദരി, മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുക. നോക്കൂ, ആ കൂട്ടം എന്നെ കേൾക്കുന്ന നിങ്ങളെപ്പോലെ ബാധിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ആ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായി കഴിയും. കാലഘട്ടത്തിൻ്റെ പ്രത്യേകത വിശദീകരിക്കുവാൻ ഞാൻ സമയം പാഴാക്കുന്നില്ല. ഇന്നും അധികാരികൾ പലയിടങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഒരു അധികാരം കിട്ടിയാൽ, ഒരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ആയെന്ന് ചിന്തിച്ച് അർഹതപ്പെട്ടവന് നീതി നിഷേധിക്കുന്ന, അഥവാ അവൻ്റെ അവകാശങ്ങളെ നിഷേധിക്കുന്നവരുടെ കൂട്ടമായി ഇപ്പോഴും അധികാരികൾ ശേഷിക്കുന്നു. ഇന്ന് അങ്ങനെയെങ്കിൽ ആ കാലത്തിൽ എങ്ങനെയായിരിക്കും? ഇവനൊരു അധികാരിയാണ്. ജനങ്ങളിൽ നിന്ന് ചുങ്കം പിരിച്ചെടുത്ത് രാജാവിന് അല്ലെങ്കിൽ ഭരണാധികാരികൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ നിയുക്തനാക്കപ്പെട്ട ചുങ്കക്കാരൻ, കരം പിരിവുകാരൻ. ആ കാലഘട്ടത്തിലെ കരം പിരിവുകാരുടെ പ്രത്യേകത 10% രാജാവിന് കൊടുക്കണമെങ്കിൽ ഇവൻ 30% അല്ലെങ്കിൽ 40% തരം പോലെ 50ഉം 60ഉം ഒക്കെ പിരിച്ചെടുക്കും. 10 അവിടെ കൊടുക്കും, ബാക്കി ഇവൻ്റെ പോക്കറ്റിൽ വയ്ക്കും. അതായിരുന്നു അന്ന് ചുങ്കക്കാരുടെ പ്രത്യേകത. ഇന്നും അതുപോലെയൊക്കെ തന്നെ. പോട്ടെ, കാലം മാറട്ടെ, മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. അതിനായി നിങ്ങളുടെ തലമുറകളിൽ നിന്ന് നീതിയുള്ള, തനിക്ക് മുൻപിലായിരിക്കുന്ന ജനത്തിനെ സേവ ചെയ്യുന്ന അധികാരികൾ എഴുന്നേൽക്കട്ടെ. ദൂത, നീ വല്ലാതെ സങ്കടപ്പെടുക. ആ ഒരു ഒപ്പ് കിട്ടാത്തത് കൊണ്ട്, ആ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഒരു ന്യായമായ പ്രതികരണം ഉണ്ടാകാത്തത് കൊണ്ട് നീ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുക. നീ ആ കുഞ്ഞിനെ നോക്കിയിട്ട് ചിന്തിക്കുന്നില്ലേ, ഇവനൊരു ജോലി കിട്ടുമ്പോൾ, ഇവക്കൊരു ജോലി കിട്ടുമ്പോൾ ഇങ്ങനെ ആകരുത്. എന്നെപ്പോലെ ഒരാൾ ഇവൻ്റെ മുമ്പിൽ നിന്ന്, ഇവളുടെ മുമ്പിൽ നിന്ന്, ആ അധികാര സ്ഥാനത്തിന് മുമ്പിൽ നിന്ന് ഉള്ളം വിങ്ങി കണ്ണ് നിറഞ്ഞ് എഴുന്നേറ്റ് പോകുവാൻ ഇട വരരുത്. ന്യായമുള്ള അധികാരികളെ യേശു നിന്റെ ഭവനത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുക. മാതാവേ പിതാവേ, കരഞ്ഞ് അന്യായം മാത്രം അനുഭവിച്ച് കരഞ്ഞായിരിക്കുന്ന നിന്റെ ഭവനത്തിനകത്തുനിന്ന് ന്യായം പ്രവർത്തിക്കുന്ന ന്യായമുള്ള അധികാരികളെ എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. നോക്കൂ, അന്യായം അനുഭവിച്ചു മടുത്തൊരു കൂട്ടം യേശുവിൻ്റെ പിന്നാലെ സഞ്ചരിക്കുക. അപ്പോൾ ഇവൻ അങ്ങ് കൊമ്പത്ത് കയറിയിരിക്കുക. സക്കായി അവനങ്ങ് കൊമ്പത്തിരിക്കുക. ഈ കൂട്ടത്തിൽപ്പെട്ടവനല്ല ഞാൻ. പലരും അങ്ങനെയാ, ചെയ്യേണ്ടത് ചെയ്യാതെ അല്ലെങ്കിൽ പണി നല്ലതുപോലെ തന്നിട്ട് അങ്ങ് കൊമ്പത്ത് കയറിയിരിക്കുക. അനർഹമായി നിന്നിൽ നിന്ന് കവർന്നെടുത്തിട്ട്. സഹോദര, ചതിയിലൂടെ, സഹോദരി, നീ പ്രതീക്ഷയോടെ കൊടുത്തതാ. നിന്റെ ജീവിതത്തിനൊരു മാറ്റമുണ്ടാകും. ആ വിസ കിട്ടുമ്പോൾ, ആ രാജ്യത്ത് പോകാൻ പറ്റുമ്പോൾ നിനക്ക് നന്നായി ജീവിക്കുവാൻ കഴിയും, നിന്റെ കുടുംബം നോക്കുവാൻ കഴിയും, ഇന്നലകളിലെ കണ്ണുനീര് അറുതിയാകുമെന്ന് പറഞ്ഞ് പ്രതീക്ഷയോടെ നീ കൊടുത്തതാ. അതിനെ കവർന്നെടുത്തിട്ട് പല നിയമത്തിൻ്റെയും ആനുകൂല്യങ്ങൾ പറ്റി പാത്തിരിക്കുന്ന നിന്നെ വിസ തട്ടിപ്പിന് ഇരയാക്കി. അത് തന്നെ നിന്റെ തലമുറയെ അവിധത്തിൽ പറ്റിച്ച് നിന്റെ കുടുംബത്തിൽ തീരാ കണ്ണുനീർ സമ്മാനിച്ച് ആ പല പേരുകൾക്ക് പിന്നിലും മറഞ്ഞിരിക്കുന്ന പല അധികാരികൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന നിയമത്തിന്റെ ലൂപ്പ് ഹോളുകളെ പ്രയോജനപ്പെടുത്തുന്നവനെയൊക്കെ മറഞ്ഞിരിക്കുന്നിടത്തു നിന്ന് യേശു വലിച്ച് താഴെ ഇറക്കുവാൻ പോകുക.
താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. നിനക്ക് ചെന്നെത്തുവാൻ കഴിയുന്നില്ല, ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല, എവിടെയാണെന്ന് അറിയത്തില്ല, ഓഫീസ് എവിടെയാണെന്ന് അറിയത്തില്ല, ഒന്നും നിനക്കറിയത്തില്ല. പക്ഷേ എൻ്റെ യേശുവിനറിയാം അവൻ മറഞ്ഞിരിക്കുന്ന സ്ഥലം. എൻ്റെ യേശുവിനറിയാം ഏത് ഉയരത്തിൽ നിന്നെ പറ്റിച്ചിട്ട് ഏത് ഉയരത്തിൽ അവൻ മറഞ്ഞിരുന്നാലും അവിടെ നിന്ന് എൻ്റെ യേശു അവനെ വിളിച്ച് താഴെ ഇറക്കും. ആമേൻ. സ്തോത്രം. ഒരു യാചനയുടെ ശബ്ദമല്ല ഞാൻ കേൾക്കുന്നത്. എൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഞാൻ കേട്ടത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഗംഭീരമായ ശബ്ദമാണ്. ആര് കേട്ടതുപോലെ? യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കേട്ടതുപോലെ ആ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദമാണ് പ്രാർത്ഥനാ മുറിക്കകത്ത് ഞാൻ കേട്ടത്. ആമേൻ. സഖായേ ഇറങ്ങി വാ. ഒരൊറ്റ വാക്ക് സഖായി താഴെ വരികയാ. ആമേൻ. സ്തോത്രം. ആമേൻ. എൻ്റെ യേശുവിന്റെ വാക്ക് ചിലരെയൊക്കെ താഴെ ഇറക്കും. ആമേൻ. ഓ ദൂത, ഓ സ്തോത്രം. ചിലരെയൊക്കെ യേശുവിന്റെ വാക്ക് താഴെ ഇറക്കുവാൻ പോകുക. ചിലരെയൊക്കെ യേശു വിളിച്ചു താഴത്തിറക്കുവാൻ പോകുക. ഫലം എന്താ? 19:8 ഈ മനുഷ്യൻ പറയുക, ഞാൻ തിരികെ കൊടുത്തോളാം. ഈ കൂട്ടമുണ്ടല്ലോ യേശുവേ, നിന്നോടൊപ്പം നടക്കാൻ മടിക്കാത്ത, ഇത്ര ദൂരം നിന്നോടൊപ്പം നടന്ന, ഇനിയും നിന്നോടൊപ്പം നടക്കുവാൻ ഒരു മടിയുമില്ലാത്ത ഈ കൂട്ടത്തിൽ നിന്ന് ഞാൻ കവർന്നെടുത്തത് തിരികെ കൊടുക്കാം. വെറുതെ തിരികെ കൊടുക്കാമെന്നല്ല, 4 മടങ്ങ് ഇവർ നടന്നതിനും നടക്കുവാൻ തീരുമാനമെടുത്തതിനും പകരമായി 4 മടങ്ങ് ഞാൻ തിരികെ കൊടുക്കും യേശുവിൻ നാമത്തിൽ. നീ ആമേൻ ഈ വെല്ലുവിളിയുടെ മധ്യത്തിൽ, ഈ കവർച്ചയുടെ മധ്യത്തിൽ, ഈ കൊള്ളയുടെ മധ്യത്തിൽ കൊള്ളയിടപ്പെട്ടവനായി കവരപ്പെട്ടവനായി തീർന്നിട്ടും നീ യേശുവിനൊപ്പം നടക്കുവാൻ തയ്യാറായതുകൊണ്ട്, ഇനിയും നടക്കുവാൻ നിനക്ക് മടിയില്ലാത്തത് കൊണ്ട് കവർന്നെടുത്തത്, അതേ ശത്രു കവർന്നെടുത്തത് 4 മടങ്ങായി. ഓ താങ്ക് യു ലോർഡ്. എന്റെ കർത്താവ് നിനക്ക് തിരികെ തന്ന് നിന്നെ മാനിക്കുവാൻ പോകുക. ശത്രു കവർന്നെടുത്തത്, പല പേര് പറഞ്ഞ് സൂത്രത്തിൽ നിന്നിൽ നിന്ന് കവർന്നെടുത്തത് എന്റെ യേശു നിന്നിലേക്ക് തിരികെ വരുത്തുക. ആമേൻ. അവനെ വിളിച്ചിറക്കുക മാത്രമല്ല. നോക്കൂ, 5-ാം അധ്യായത്തിൽ എന്നെ ഏറെ സന്തോഷിപ്പിച്ച ഒരു കാര്യമുണ്ട്. ആമേൻ. വാതിൽക്കൽ നിന്ന് മുട്ടുന്ന യേശു. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ മനോഹരമായി അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിന്റെ ശബ്ദത്തിൽ തന്നെ, യേശുവിന്റെ വാക്കുകളിൽ തന്നെ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ആരെങ്കിലും വാതിൽ തുറന്നാൽ. പക്ഷേ ഇവനോട് പറയുക, സഖായേ നീ താഴെ ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ വരും. ആമേൻ. നീ വാതിൽ തുറന്നില്ലെങ്കിൽ ഞാൻ വാതിൽ പൊളിച്ചകത്ത് വരും. ആമേൻ. എനിക്ക് ബാധിക്കപ്പെട്ട ജനത്തിന് പ്രതിക്രിയ ചെയ്യേണ്ടി ഇരിക്കുന്നു. ആമേൻ. നീ അന്യായം പ്രവർത്തിച്ചവണ് എനിക്ക് ന്യായം പാലിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി കേൾക്കണമേ. അന്യായം ലോകം നിന്നിൽ പ്രവർത്തിച്ചു എങ്കിൽ, ന്യായം പ്രതീക്ഷിച്ചു നീ കടന്നു പോയിടത്തുനിന്നൊക്കെ അന്യായമായത് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചുവെങ്കിൽ കേൾക്ക്, യേശു നിനക്ക് ന്യായം പാലിച്ചു തരുവാനായി ചിലരുടെയൊക്കെ ഭവനങ്ങൾക്കകത്ത് പോവുക. ഓ താങ്ക് യു ലോർഡ്. ചിലരുടെ ഭവനങ്ങൾക്കകത്ത്, നിനക്ക് ചെന്നെത്തുവാൻ കഴിയാത്ത ചിലരുടെ ഭവനങ്ങൾക്കകത്ത്, ചിലരുടെ ഡൈനിങ് ഹാളിൽ, ചിലരുടെ ഉറക്കറകളിൽ എൻ്റെ യേശു ചെല്ലുകയാണ്. ഓ താങ്ക് യു ലോർഡ്. നിനക്ക് വേണ്ടി ആ പേപ്പർ സൈൻ ചെയ്തിട്ടല്ലാതെ ചിലർ ഇനി ഉറങ്ങത്തില്ല യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. ഒന്ന് സംസാരിക്കുവാൻ പോലും അവസരം തരുന്നില്ല. അതല്ലേ സഹോദരി? തിരക്കെന്ന് പറഞ്ഞ് ശരിയാണ്, അവർക്ക് തിരക്കുണ്ട്. പക്ഷേ നമ്മൾ ആവശ്യക്കാർ മാത്രമല്ല, അവകാശികളുമാണ്. അവർക്ക് അധികാരമുള്ളത് ആമേൻ നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു തരുവാൻ വേണ്ടിയാണ്. ആ ആവശ്യങ്ങൾ നിവർത്തിച്ചു കിട്ടേണ്ടത് നമ്മുടെ അവകാശമാണ്. പക്ഷെ അത് ഖനിക്കപ്പെടുന്നു, അവകാശം ഖനിക്കപ്പെടുന്നു, അഥവാ അനീതി വെളിപ്പെടുന്നു. നീതിയുള്ള ഒരു ന്യായാധിപതി എനിക്കും നിനക്കുമുണ്ട്. അനീതി ചെയ്യുന്ന അധികാരികളുടെ മധ്യത്തിൽ ആമേൻ തിരക്കിന്റെ പേര് പറഞ്ഞ് ചില പേപ്പേഴ്സിൽ ഒപ്പിടാതെ മാറ്റിവെക്കുന്ന അനുഭവങ്ങൾക്ക് സഹോദര, ആ പേപ്പറിൽ ഒപ്പ് വീണാൽ നിന്റെ തലമുറയുടെ ഭാവി അത് രക്ഷപ്പെടും. നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ മാറും. ആ പേപ്പറിൽ സൈൻ വീഴുക യേശുവിൻ നാമത്തിൽ. ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ആ പേപ്പറിൽ സൈൻ വീഴുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ആ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ചിലർ ആമേൻ നീ നഷ്ടപ്പെട്ടവനായി തീരാതിരിക്കുവാൻ, നിന്റെ കണ്ണുനീരിന് അറുതി വരുവാൻ
ചില പേപ്പേഴ്സിൽ നിനക്ക് വേണ്ടി ചില പേപ്പേഴ്സിൽ സൈൻ ചെയ്യുന്ന ആഴ്ചയാണ്. നിന്റെ തലമുറകൾക്ക് വേണ്ടി, നിന്റെ ജോലിയിൽ പിന്നെയും നീ അവിടെ തന്നെ തുടരുവാൻ വേണ്ടി ചില പേപ്പേഴ്സിൽ സൈൻ വീഴുക. സഹോദരി, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പേപ്പേഴ്സിൽ സൈൻ വീഴുക യേശുവിൻ നാമത്തിൽ. ആമേൻ. നീ നഷ്ടപ്പെട്ടവളായി തീരാതിരിക്കുവാൻ. എനിക്കറിയത്തില്ല, ആരോ വല്ലാതെ കരയുക. സഹോദര, ഒന്ന് സംസാരിക്കാനുള്ള അവസരം പോലും തരുന്നില്ല. അവരൊക്കെ വലിയ ആൾക്കാരല്ലേ. നീ പോയി നിന്ന് ആ ഒരു ഒപ്പിന് വേണ്ടി, അവരുടെ ഒരു സമ്മതത്തിന് വേണ്ടി, സ്തോത്രം, ഈ ആഴ്ച കർത്താവ് ആ ഒപ്പ്, സ്തോത്രം, വീഴേണ്ട സ്ഥാനത്ത് വീഴിക്കുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ചിലരൊക്കെ നിയമത്തിന്റെ പരിരക്ഷ അനുഭവിച്ച് അങ്ങ് ഉയരത്തിൽ കയറിയിരിക്കുക. ആമേൻ. എൻ്റെ കൂടെ വലിയ വക്കീലുണ്ട്, അതുകൊണ്ട് നിനക്ക് അർഹതപ്പെട്ടത് തരത്തില്ല എന്ന്. കോടതിയൊക്കെ വിധിച്ചതാ, നിനക്ക് തന്നേ പറ്റത്തുള്ളൂ. നിന്റെ അപ്പനും അമ്മയും കഷ്ടപ്പെട്ടതാണ്, അത് കവർന്നെടുത്ത് നിനക്കൊപ്പം നിൽക്കേണ്ടവൻ, നിന്നെ സ്നേഹിക്കേണ്ടവൻ, ജീവിതകാലം മുഴുവൻ നിനക്കൊപ്പം ഉണ്ടായിരിക്കേണ്ടവൻ അവൻ തന്നെ, നിന്റെ ഭർത്താവ്. പലരുടെയും വാക്ക് കേട്ട് അവൻ പോയി, ശരി, ഉള്ളതും കൂടെ എടുത്തുകൊണ്ട് പോയി. കോടതി പറഞ്ഞു കൊടുക്ക്, പക്ഷെ അവൻ തരത്തില്ല. അവൻ പല നിയമങ്ങളുടെയും മണ്ടയിൽ കയറിയിരിക്കുക. സ്തോത്രം, യേശുവിൻ നാമത്തിൽ. അവിടെ നിന്ന് യേശു അവനെ വലിച്ച് താഴെ ഇടുക. നിന്നിൽ നിന്ന് കവർന്നെടുത്തതുപോലെ കൈവശമാക്കിയതിനെ 4 മടങ്ങായി എൻ്റെ യേശു തിരികെ തരിക. താങ്ക് യു ലോർഡ്. നിന്റെ ജീവകാലത്ത് അത് അനുഭവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് വെല്ലുവിളിക്കുന്ന അവരിൽ നിന്ന് ആമേൻ, നീ അനുഭവിക്കേണ്ടതാ നിന്റെ മക്കളുടെ സന്തോഷം, നിന്റെ മക്കളുടെ നന്മകൾ, നിന്റെ മക്കളുടെ അനുഗ്രഹം. അല്ലെ മാതാവേ, പിതാവേ, കാരണം നീയാണ് കഷ്ടപ്പെട്ടത്, നീയാണ് കരഞ്ഞത്. നിന്റെ കണ്ണുനീരിന്റെ ഫലം. അയ്യോ വേണ്ട ദൈവദാസനെ, വേണ്ട, അവന് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് തിരിഞ്ഞു നിന്ന് കരയുവാൻ അല്ല മാതാവേ, പ്രിയപിതാവേ, അതിനല്ല. നിന്റെ കണ്ണുനീരിന്റെ ഫലമാ, നിന്റെ കഷ്ടപ്പാടിന്റെ ഫലമാണ് നിന്റെ മക്കൾ. ഈ വാർദ്ധക്യത്തിൽ അവരുടെ സന്തോഷം, അവരുടെ നന്മ, അവരുടെ അനുഗ്രഹങ്ങൾ നീ അനുഭവിക്കേണ്ടതാണ്. പക്ഷേ അതിനെ ചിലർ അവകാശമാക്കിയിരിക്കുന്നു. നിനക്ക് അർഹതപ്പെട്ടത് ചിലർ പിടിച്ചെടുക്കുന്നു. അവരിൽ നിന്ന് നിന്റെ മക്കളുടെ സന്തോഷം, നിന്റെ മക്കളുടെ അനുഗ്രഹം, നിന്റെ മക്കളുടെ നന്മകൾ നിന്നിലേക്ക് വരിക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. അന്യായമായി അതിനെ പിടിച്ചു വയ്ക്കുന്ന നീ അനുഭവിക്കരുത്. നിന്റെ ഭർത്താവ് ജോലി ചെയ്തു, അതിൽ നിന്നൊരു നന്മ നിനക്കുണ്ടാകരുത്. അവൻ്റെ ജോലിയെ നഷ്ടപ്പെടുത്തും വിധത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉണ്ടാക്കി അവിടെ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത വെല്ലുവിളികൾ ഉയർത്തി. ഇനിയോ അവൻ കഷ്ടപ്പെടുന്നതിനെ പല പേരുകളിൽ കവർന്നെടുത്ത്, അത് തന്നെ സ്തോത്രം, പിശാചിന് കവർന്നെടുക്കുവാൻ പല പല വഴികളുണ്ട്. ദുർനടപ്പെന്ന, കൂട്ടുകെട്ടെന്ന, മദ്യമെന്ന, മയക്കുമരുന്നെന്ന, ലോകമോഹമെന്ന, ഗെയിം അഡിക്ഷൻ എന്ന പലതിനും അടിമപ്പെടുത്തി നീ അനുഭവിക്കേണ്ട, നിന്റെ കരങ്ങളിൽ എത്തേണ്ട നന്മകളെ ചിതറിച്ചു കൊണ്ടുപോകുന്ന, ആമേൻ, നിനക്ക് എത്തിപ്പെടാൻ പറ്റുമോ? പറ്റത്തില്ല. അവരിരുന്ന് ചിരിക്കുക. നീ അനുഭവിക്കുവാനുള്ളതിനെ കവർന്നെടുത്തിട്ട്, നിന്റെ സന്തോഷങ്ങളെ കവർന്നെടുത്തിട്ട്, നിന്റെ അനുഗ്രഹങ്ങളെ കവർന്നെടുത്തിട്ട്, നിന്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്തിയിട്ടിരുന്ന് ചിരിക്കുക. അങ്ങ് മണ്ടേ കയറുന്നത്. നീ എന്നാ വാ, ആമേൻ, നീ എന്തെങ്കിലും ഒന്ന് ചെയ്. സഹോദരി, അവളുടെ വെല്ലുവിളി അതാ. സഹോദര, അവൻ്റെ വെല്ലുവിളി അതാ. എന്നാൽ കാണുമല്ലോ, നീ നിന്റെ ഭാര്യയും ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം കാണുമല്ലോ. നീ നിന്റെ ഭർത്താവും ഒരുമിച്ച് സന്തോഷമായി കുടുംബമായി ജീവിക്കുന്ന കാണണമല്ലോ. വെല്ലുവിളിച്ചിട്ട് കയറി അങ്ങ് മുകളിലിരിക്കുക. നീ കരയുക. സ്തോത്രം, എന്നെ ഒന്ന് വിട്, എനിക്ക് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം, എനിക്ക് എൻ്റെ ഭർത്താവിനും മക്കൾക്കുമൊപ്പം ജീവിക്കണമെന്ന് പറഞ്ഞ് നീ കരയുക. ആൾക്കൂട്ടത്തിൽ ഒരുവളായി യേശുവിൻ നാമത്തിൽ നീ കരയുക. കേൾക്ക്, നിനക്ക് വേണ്ടി എൻ്റെ യേശു നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന ചിലരെ വിളിച്ച് താഴെ ഇറക്കിയ, അതേ, നിന്റെ കുടുംബത്തെ തകർക്കുവാൻ തക്കവണ്ണം പദ്ധതി ഒരുക്കി പാത്തിരിക്കുന്ന, നിന്റെ ഭർത്താവിൻ്റെ നന്മകളെ അവകാശം പറയുന്ന, നിന്റെ ഭാര്യയുടെ ശരീരത്തിന് മേൽ അവകാശം പറയുന്ന, നിന്റെ മക്കളുടെ മേൽ അവകാശം പറയുന്ന, അവരുടെ ഭാവിക്ക് മേൽ അവകാശം പറയുന്ന അവനെ വലിച്ചു താഴെ ഇറക്കി യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. താങ്ക് യു ലോർഡ്. ആമേൻ. വാദിച്ചു നിൽക്കുക, വിടത്തില്ല. നിന്നെ രക്ഷപ്പെടാൻ സമ്മതിക്കത്തില്ല. നിന്റെ തലമുറകളെ രക്ഷപ്പെടാൻ സമ്മതിക്കത്തില്ല. അങ്ങനത്തെ കൂട്ടുകെട്ടാ. സ്തോത്രം. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത്, എന്നെ കേൾക്കുന്ന പലരുടെയും കുട്ടിക്കാലത്ത് നമുക്ക് കൂട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നു. നല്ല കൂട്ടുകെട്ടുകളുണ്ട്, മോശം കൂട്ടുകെട്ടുകളുണ്ട്. പക്ഷേ കൂട്ടുകെട്ടി നിൽക്കുന്ന ആ സ്ഥലത്തേക്ക്, ആ ഏരിയയിൽ കൂടെ കൂട്ടുകെട്ടിൽപ്പെട്ട ഒരുവൻ്റെ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ മാമന്മാരോ ഇങ്ങനെ ആരെങ്കിലും പോയാൽ കൂട്ടുകെട്ട് പിൻവലിയും.
പേടിയാണ് അവരെ. അയ്യോ, അവൻ്റെ അപ്പം വരുന്നു, ഇനി മിണ്ടണ്ട, അവൻ്റെ അപ്പം വരുന്നു, കയ്യിലിരിക്കുന്നതിനൊക്കെ എടുത്തു. ഇന്ന് എന്താ ഇന്ന് സംഭവിക്കുന്നേ? ഇന്ന് വളഞ്ഞിട്ട് അടിക്കും ആരെ? ആ പാവപ്പെട്ട അപ്പനെ, സഹോദരനെ, ബന്ധുവിനെ, ചർച്ചക്കാരനെ, സുഹൃത്തിനെ. അങ്ങനെ ആയി. സ്തോത്രം. അങ്ങനത്തെ കൂട്ടുകെട്ടുകളാ. നിനക്ക് പേടിയാ. നിന്റെ മക്കളെ പെടുത്തിയിരിക്കുന്ന ആ കൂട്ടുകെട്ടുകൾക്കിടയിലേക്ക് പോകുവാൻ, അവരുടെ മുമ്പിൽ പോകാൻ നിനക്ക് പേടിയാ. നീ ഒളിച്ചു നടക്കും. ആമേൻ. പണ്ട് അപ്പനും അമ്മയും കണ്ട് ഒളിച്ചു നടന്ന കൂട്ടുകെട്ടുകൾ ഇന്ന് അപ്പനും അമ്മയും ഒളിച്ചു നടത്തിപ്പിക്കുക. സ്തോത്രം. ആമേൻ. അവിധത്തിലുള്ള ചില കൂട്ടുകെട്ടുകളെ എൻ്റെ യേശു പൊളിക്കുക. മറഞ്ഞിരുന്ന് നിന്റെ തലമുറകളെ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരികൾക്കും അടിമയാക്കുന്ന, പലതിനും അടിമയാക്കുന്നതിനെ കർത്താവ് വലിച്ച് താഴെ ഇറക്കുവാൻ പോകുക. അതേ സഹോദരി, ആ പിള്ളേരുടെ വിദ്യാഭ്യാസവും തകർന്ന്, ആ പിള്ളേരുടെ മുൻപോട്ടുള്ള വഴിയും അടഞ്ഞ്, നല്ല വിവാഹവും നടക്കാതെ ആ നരകിച്ചായിരിക്കുന്ന അവസ്ഥയ്ക്ക് കാരണമായിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന അത് തന്നെ നേരിട്ടൊരു കാണുമ്പോൾ എന്ത് സന്തോഷമാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. വിശേഷങ്ങൾ ചോദിക്കാൻ 100 നാവ. അയ്യോ, അവനെക്കുറിച്ച് പറയാനേ ഉള്ളൂ, അവളെക്കുറിച്ച് പറയാനോ, പറഞ്ഞിട്ടും തീരുന്നില്ല. ആമേൻ. ശത്രുവാ പണി തന്നുകൊണ്ടിരിക്കുക. മന്ത്രവാദങ്ങളിലൂടെ, ആഭിചാരങ്ങളിലൂടെ, ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെ, നേർച്ച കാഴ്ചകളിലൂടെ, അന്യാരാധനകളിലൂടെ. ആമേൻ. ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. പക്ഷേ മറഞ്ഞിരിക്കുന്ന ചിലതിനെയൊക്കെ യേശു വിളിച്ച് താഴെ ഇറക്കുക. ആമേൻ. നിന്റെ തലമുറകൾക്ക് വിരോധമായി ആഭിചാരങ്ങളെ ചെയ്യുന്ന, മന്ത്രവാദങ്ങളെ ചെയ്യുന്ന ചിലതിനൊക്കെ വിളിച്ച് താഴെ ഇറക്കി യേശു കൂടെ പോകുക. സ്തോത്രം. നിന്റെ സ്വസ്ഥതയെ കെടുത്തിക്കളയുവാൻ തക്കവണ്ണം പദ്ധതികൾ ഒരുക്കിയ ഭവനത്തിൻ്റെ അനുഭവത്തെ, അന്തരീക്ഷത്തെ മാറ്റുവാൻ. ആമേൻ. ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇങ്ങനെ ഒരു ദൂത് പറയട്ടെ. ആമേൻ. മറഞ്ഞിരുന്ന് നിനക്ക് വിരോധമായി, നിന്റെ തലമുറകൾക്ക് വിരോധമായി, നിന്റെ കുടുംബത്തെ തകർക്കുവാൻ തക്കവണ്ണം, നല്ല ജോലി കിട്ടരുത്, അനുഗ്രഹമായി ജീവിക്കരുത്, സമാധാനത്തോടെ ഇരിക്കരുത്, സന്തോഷത്തോടെ ആയിരിക്കരുത്, ആരോഗ്യത്തോടെ നീ പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞ് ചെയ്തു കൂട്ടിയ ചിലതിനെയൊക്കെ ദേശത്തിൽ നിന്ന് എൻ്റെ യേശു ഓടിക്കുവാൻ പോകുക. ആമേൻ. താങ്ക് യു ലോർഡ്. മറഞ്ഞിരിക്കുക, കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എവിടെന്നാ പണി വരുന്നത്, എവിടെന്നാ പണി കിട്ടുന്നത്? സഹോദര, ആ ജോലി സ്ഥലത്ത് പണി കിട്ടിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇമാതിരി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. നീ കഷ്ടപ്പെടുന്ന ആ കഷ്ടപ്പാടിന് ഒപ്പം നിൽക്കുന്ന ഒരുത്തനും അതിനകത്തില്ല. നിന്നെപ്പോലെ കഷ്ടപ്പെടുന്ന ആത്മാർത്ഥതയുള്ള ഒരുത്തനില്ല. അത് നിനക്ക് ജോലി തരുന്ന സ്ഥാപനത്തിനറിയാം. നീ വിശ്വസ്തനാണ്, അതും അവർക്കറിയാം. പക്ഷേ നിനക്ക് പണി കിട്ടുന്നുണ്ട്, എവിടെ നിന്നാണെന്ന് അറിയത്തില്ല. മറഞ്ഞിരിക്കുന്നതിനെ മറന്നീക്കി എൻ്റെ യേശു പുറത്തു കൊണ്ടുവരിക. ഈ ആഴ്ച നീ അത് കാണുവാൻ പോകുക. നിന്റെ പ്രതിയോഗിയെ നീ കാണുവാൻ പോകും യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വെറുതെ കാണിച്ചു തരികയല്ല, യേശു അവൻ്റെ കൂടെ പോകും. ആമേൻ. സ്തോത്രം. നീ യേശുവിൻ്റെ കൂടെ കൂടിയത് വെറുതെയായി തീരത്തില്ല. നിന്റെ ആരോഗ്യം കവർന്ന, നിന്റെ സന്തോഷം കവർന്ന, നിന്റെ നന്മ, സ്തോത്രം, കടക്കാരനാക്കി, കടക്കാരിയാക്കി, ഉള്ളതെല്ലാം കവർന്നുകൊണ്ട് പോകുക. ബാങ്കിൽ കൊടുക്കാനുള്ള എല്ലാം വലിച്ചുകൊണ്ട് പോകുക, ചിതറിപ്പിക്കുക. എന്നും രോഗം. ആമേൻ. എന്നും രോഗം. അപ്പോൾ ലോൺ അടയ്ക്കാമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് ചേർത്ത് വയ്ക്കും. രോഗം. വീട് വയ്ക്കാനുള്ള പ്ലാനെല്ലാം തയ്യാറാക്കി, എല്ലാം റെഡിയാക്കി വയ്ക്കുക. ഏതെങ്കിലും വഴിയിൽ പൈസ ചിതറിപ്പോകുക, മോഷ്ടിച്ചോണ്ട് പോകുക. എന്നിട്ട് ഉയരത്തിൽ കയറിയിരിക്കുക, മറഞ്ഞിരിക്കുന്ന വന്നപിശാചിനെ യേശു പുറത്തു കൊണ്ടുവരിക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. ഈ മറഞ്ഞിരിക്കുന്നത് പുറത്തു വന്ന കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 28-ാം അധ്യായം സംഭവം നിങ്ങൾക്ക് പ്രൈസർ ഫാമിലിക്കൊപ്പമുള്ളവർക്ക് മനസ്സിലായി കാണും. അപ്പോസ്തലൻ പൗലോസും കൂട്ടാളികളും മെലീത്ത ദ്വീപിൽ അങ്ങ് തീ കത്തിച്ചപ്പോൾ അവിടെ കാലാകാലങ്ങളായി കാൽ ചവിട്ടുന്നതിനെയൊക്കെ കൊന്നു തള്ളിക്കൊണ്ടിരുന്ന നീതിദേവി എന്ന് പേരുള്ള സർപ്പം ചാടി പുറത്തു വന്നു. യേശുവിൻ നാമത്തിൽ. അണലി തീ കത്തിയപ്പോൾ ചാടി പുറത്തു വന്നത് പേടിച്ചോടാനല്ല, നാട്ടുകാർ പേടിച്ചോടി കാണും. പക്ഷേ പൗലോസിനറിയാം, ഇത് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ കൊണ്ട് ഇത് തീരും. ആമേൻ. താങ്ക് യു ലോർഡ്. ഇത് പുറത്ത് വരുന്നതേ നീയായിട്ട് അതിനൊരു തീർപ്പുണ്ടാക്കാൻ വേണ്ടിയോ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. ശുശ്രൂഷക, ആ ദേശത്തിൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലം, ആമേൻ, നിന്നിലൂടെ തന്നെ തകരും. ആ സഭയിലൂടെ തകരും. സഹോദരി, ദേശത്തിൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന അനേക തലമുറകളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാക്കിക്കൊണ്ടിരിക്കുന്ന ആ പൈശാചിക മണ്ഡലം നിന്നിലൂടെ തകരും. യേശുവിൻ നാമത്തിൽ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. നീ
നീ കർത്താവിൻ്റെ പിന്നാലെ നടക്കുന്നത് വെറുതെയല്ല. യേശു വിളിച്ചിറക്കും. ആമേൻ. പാത്തിരിക്കുന്നതിനെയൊക്കെ വിളിച്ചിറക്കും. പതുങ്ങിയിരുന്ന് പണി തരുന്നതിനെയൊക്കെ വിളിച്ചിറക്കും. ആമേൻ. നിനക്ക് അർഹതപ്പെട്ടത് നിഷേധിക്കുന്നവരെ വിളിച്ചിറക്കും. നിന്നെ സ്നേഹിക്കേണ്ടവനാ സ്നേഹിക്കുന്നില്ല, നിന്നെ സ്നേഹിക്കേണ്ടവളാ സ്നേഹിക്കുന്നില്ല, വിളിച്ചിറക്കുവാൻ പോകുക. സഹോദരി, നീ നിന്റെ ഭർത്താവ്, സഹോദര നീ നിന്റെ ഭാര്യ ഒരുമിച്ച് സന്തോഷത്തോടെ, അതേ എവിടെ നിന്നാണ് നിങ്ങൾ തമ്മിലടിച്ച് ഓടുമെന്ന് ശത്രു പറഞ്ഞ് നോക്കിയിരിക്കുന്നുവോ അവിടെ തന്നെ അനുഗ്രഹീതമായി, ആവർത്തിച്ച് പറയട്ടെ, അനുഗ്രഹീതമായി എൻ്റെ കർത്താവ് നിങ്ങളെ പാർപ്പിക്കും. ആമേൻ. സ്തോത്രം. വിവാഹം നടത്താൻ സമ്മതിക്കത്തില്ല. ആരാണ് മുടക്കുന്നതെന്ന് അറിയത്തില്ല. അവരെന്തൊക്കെ അറിയുന്നുണ്ട്. അതുകൊണ്ടാ എല്ലാം റെഡിയായതാ. പക്ഷെ ലെറ്റർ വരെ അടിച്ചു, മുടങ്ങിപ്പോയി. എല്ലാവരോടും പറഞ്ഞു മുടങ്ങിപ്പോയി. എന്ത് സങ്കടം നിന്റെ കുഞ്ഞിനെ കുറിച്ചാണ്. ആമേൻ. ആ വിവാഹം മുടക്കിയെ യേശു വിളിച്ചിറക്കി. ഓ സ്തോത്രം. നല്ലത് നിന്റെ ജീവിതത്തിൽ നടക്കരുതെന്ന് പറഞ്ഞ ആ സന്തോഷങ്ങളെ കവർന്നെടുത്ത് ഉയരത്തിൽ കയറി പതുങ്ങിയിരിക്കുന്ന, പേരിൻ്റെ പെരുമയുടെ അധികാരത്തിൻ്റെ മറവറ്റി പതുങ്ങിയിരിക്കുന്ന ചിലതിനെ വിളിച്ചിറക്കി കൂടെ പോയി നിന്റെ കണ്ണുനീരിനെ യേശു ഒപ്പുവാൻ പോവുക. ആമേൻ. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമെങ്കിലും എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായതുപോലെ നിങ്ങൾക്കും ഈ പ്രോഗ്രാം അനേകർക്ക് അനുഗ്രഹമാകും വിധത്തിൽ ക്രമീകരിക്കുവാനുള്ള അവസരമുണ്ട്. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന പ്രൈസർ ഫാമിലിയുടെ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്ത് പ്രോഗ്രാം സ്പോൺസർ ചെയ്യുക. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11:30 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ലൈവായി നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുവാൻ കഴിയും. കടന്നു വരുവാൻ കഴിവുള്ളവർക്ക് കടന്നു വരുവാനും ലൈവായി തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിള എന്ന സ്ഥലത്ത് മീറ്റിംഗ് ഉണ്ട്. സഭാരാധന. നിങ്ങൾ കടന്നു വരിക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് അറിയിക്കുക. കടന്നു വരുവാൻ കഴിയാത്തവർ, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാനുള്ള അവസരമുണ്ട്. ലൈവിൽ ജോയിൻ ചെയ്തുകൊണ്ട് വൈകുന്നേരം 3 മണി മുതൽ നെയ്യാറ്റുങ്കര അമരവിള താന്നിമൂട് MS പ്ലാസയുടെ താഴെ മീറ്റിംഗ് ഉണ്ട്. നമുക്ക് ഒരുമിച്ച് ഏറ്റവും വലിയത് കർത്താവിൽ നിന്ന് പ്രാപിച്ചെടുക്കാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടിവരുത്തുക. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മടിക്കേണ്ട. നിങ്ങളുടെ ശരിയായ പ്രാർത്ഥനാ പങ്കാളിയായ പ്രൈസർ ഫാമിലി എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട്. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ദ്രോഹിക്കുവാൻ കഴിയുന്ന വിധത്തിലെല്ലാം ദ്രോഹിച്ചു, കവർന്നെടുക്കുവാൻ പറ്റുന്നതെല്ലാം കവർന്നെടുത്ത് ഇവർക്ക് പിടികൊടുക്കാതെ പാത്തിരിക്കുന്നതിനെയൊക്കെ, അത് മനുഷ്യനായിരുന്നാലും പിശാചായിരുന്നാലും അങ്ങ് വിളിച്ചിറക്കി ഇവരുടെ നഷ്ടത്തിന് പരിഹാരം വരുത്തുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹിക്കപ്പെട്ട നല്ല ജോലികളെ നൽകി അങ്ങ് മാനിക്കണമേ. തൊഴിൽ സംബന്ധമായി ഇവർ അനുഭവിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. അപ്പോൾ ഇൻ്റർവ്യൂകൾ കഴിഞ്ഞ് ജോലിക്കായി കാത്തിരിക്കുന്നവർ നല്ല ജോലികൾ ലഭിക്കട്ടെ. ജോലി ചെയ്ത കൂലികൾ ലഭിക്കാതെ ഭാരപ്പെടുന്നവർ ആ ശമ്പളങ്ങൾ ലഭിക്കട്ടെ. സാലറി വർധനവുകളുണ്ടാകട്ടെ. തടഞ്ഞു വയ്ക്കപ്പെട്ട സാലറികൾ ലഭിക്കട്ടെ. പ്രമോഷനുകൾ ലഭിക്കട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. പല രാജ്യങ്ങളിൽ കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ പേപ്പേഴ്സിൽ സൈൻ വീഴട്ടെ. അധികാരികളുടെ മനസ്സലിക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഇവർക്ക് വേണ്ടി സ്വർഗം അങ്ങ് പ്രവർത്തിക്കണമേ. യേശുവേ, അങ്ങ് ഇവരോട് കൂടിയിരിക്കണമേ. അപ്പാ, കടഭാരങ്ങളിൽപ്പെട്ട് ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ ബാധ്യതകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ. ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ പലിശ കടങ്ങളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. രോഗികൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ജന്മനാലുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ആന്തരിക അവയവങ്ങൾ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കുന്ന കൃപയ്ക്കായി യേശുവേ, കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. ഒരുമിച്ച് സന്തോഷത്തോടെ നിൽക്കട്ടെ. മദ്യപാന വ്യഭിചാര വെറുക്കുത്തുകൾ മാറിപ്പോകട്ടെ. കോടതികളിൽ നിന്ന് നീതിയുള്ള വിധികൾ ഉണ്ടാകട്ടെ. അവകാശങ്ങളുടെ മേൽ കടന്നു കയറുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ. തലമുറകൾ അവരുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹമായി തീരട്ടെ. വിദേശ രാജ്യങ്ങൾ കടന്നു പോകുവാനും പഠിക്കുവാനും ജോലി ചെയ്യുവാനും ആഗ്രഹിച്ചായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി സ്വർഗമങ്ങ് പ്രവർത്തിക്കണമേ. വിദേശങ്ങളിൽ സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് അപ്പോൾ അങ്ങ് ആശ്വാസകനായി കൂടിയിരിക്കണം. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. യേശുവേ, ഇവരോടങ്ങ് കൂടിയിരിക്കണമേ. ബിസിനസ്സുകൾ ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ. സ്വദേശത്തും വിദേശത്തും കച്ചവടങ്ങൾ ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ആത്മീയ ജീവിതം പണിയപ്പെടട്ടെ. ശുശ്രൂഷകൾ
അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പോൾ ഭവനങ്ങളില്ലാത്തവർക്ക് മനോഹരമായ ഭവനങ്ങൾ നൽകണേ. പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. വാടക വീടുകളെന്ന നിരാശ മാറിപ്പോകട്ടെ. ആരംഭിച്ച് പൂർത്തീകരിക്കുവാൻ കഴിയാത്ത പണികൾക്ക് പൂർത്തീകരണം ഉണ്ടാകട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. രജിസ്ട്രേഷൻ കഴിഞ്ഞ വസ്തുക്കൾ, ലോൺ സംബന്ധമായുള്ള ടെക്നിക്കൽ പ്രോബ്ലങ്ങൾ മാറിപ്പോകട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം ദൈവം അനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയ്ക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ.